ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷേ നമ്മുടെ ഈ കേരളത്തിലും ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയപ്പെടുന്ന സിനിമാ മേഖലയിലും അല്ലെങ്കിൽ സംഗീത മേഖലയിലും അല്ലെങ്കിൽ മറ്റ് കലാപരമായിട്ടുള്ള എല്ലാ മേഖലയിലും അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അത് വിവാദമാകുന്നു, പിന്നീട് അത് കോടതിയിൽ പോകുന്നു, അത് പിന്നീട് കോടതിയിൽ നിന്ന് അതിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള വിധികളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകളൊക്കെ എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പണ്ട് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. മറ്റു പല സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ അതിൻ്റെ കാറ്റ് അത്ര ശക്തമായിട്ട് വീശിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലും അതിൻ്റെ കാറ്റ് ശക്തമായിട്ട് വീശുന്നുണ്ട്. എല്ലാ മേഖലയിലും അത് വരുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പാട്ട് വിവാദത്തിലും അങ്ങനെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പിന്നീട് കാര്യങ്ങൾ വഷളാവാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.